നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? കുറേ ദിവസങ്ങളായിട്ട് കണ്ടിട്ട് വീഡിയോ ഒക്കെ വളരെ കമ്മിയാണ്, ഒക്കെ നമുക്ക് ശരിയാക്കണം. അപ്പോൾ ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്നും രാവിലെ 7 മണിക്ക് ട്രെയിന് കയറിയിട്ട് നമ്മുടെ കോളാറിനടുത്തൊരു കൊച്ചു റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം രാവിലെ 9:30 മണിയായി. അപ്പോൾ ഇന്ന് നമുക്കൊരു പുതുമുള്ളൊരു കാഴ്ച കാണാനുണ്ട്. ഇത് ചെറിയൊരു ടൗൺ എന്ന് പറയല്ല, ചെറിയൊരു സ്ഥലമാണ്. ഊർഗം എന്നാണ് ഇതിൻ്റെ പേരെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്, ഊർഗം. അപ്പോൾ ഇവിടുത്തെ ഒരു വലിയൊരു കാഴ്ച ഉണ്ട്, KGF പറ്റി നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടായിരിക്കില്ല. കാരണം റോക്കി ബായിൻ്റെ സ്ഥലത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റെയിൽവേ ട്രാക്കിലൂടെ കടന്നിട്ട് വേണം. ഇവിടെ ആളുകൾ കടക്കാതിരിക്കാനാണോ അതല്ലെങ്കിൽ വാഹനങ്ങൾ പോകാതിരിക്കാനാണോ എന്നറിയില്ല. ഇവിടെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും മേലെ കയറി നോക്കാം. എൻ്റെ കൂടെയുള്ള ആൾ മുമ്പ് ഇവിടെ വന്ന ആളാണ്. ഇവിടെ എന്തൊക്കെയോ സെക്യൂരിറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് അവിടെ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് കാര്യങ്ങൾ നോക്കാം. എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുന്നൊന്നും അറിയില്ല. എന്തൊക്കെ തടസ്സങ്ങളുണ്ട് ഇവിടെ. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇത് മുമ്പ് ഖനനം നടന്നിരുന്ന സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ കിലോമീറ്ററുകൾ മാറിയിട്ടാണ് ഇപ്പോഴത്തെ ഖനനം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. KGF ചരിത്രമൊക്കെ വലിയ ചരിത്രമാണ്. അതൊന്നും വിശദീകരിക്കാൻ ഞാൻ ആളല്ല. KGF സിനിമൻ്റെ അല്ല കേട്ടോ. KGF ഈ മൈനിങ്, ഈ സ്ഥലത്തിൻ്റെ സ്വർണം കുഴിച്ചെടുത്തിന് ഈ സ്ഥലത്തിൻ്റെ ഒക്കെ വലിയ ചരിത്രമാണ്. പിന്നീട് 2002 എന്ന് തോന്നുന്നു സ്വർണത്തിന് വിലയിടിവുണ്ടായപ്പോൾ നഷ്ടമായപ്പോൾ നിർത്തിവെച്ച ഒരു ഖനനമാണ് KGF ഖനനം. പിന്നീട് നമ്മൾക്ക് അത്രയും KGF പറ്റി അറിയുന്നത് KGF എന്ന് പറഞ്ഞ സിനിമ വന്നതിന് ശേഷമാണ്. അപ്പോൾ ആ സിനിമയിലുള്ള കാഴ്ചകൾ തന്നെയാണ് നമുക്കിവിടേക്ക് വരാനുള്ള പ്രചോദനവും. എന്തായാലും ഇതിൻ്റെ ഫസ്റ്റ് ഭാഗമാണിത്. ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഇവിടെ ഖനനം ആരംഭിച്ചത് എന്നാണ്. അതൊക്കെ ചരിത്രങ്ങളൊക്കെ നിങ്ങൾ കൂടുതൽ പഠിക്കുക. എൻ്റെ ഉദ്ദേശം ഈ കുറച്ച് ഭാഗങ്ങൾ നിങ്ങളെ മുന്നിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. കാണാൻ പറ്റിയോളത്തോളം കാഴ്ചകൾ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആദ്യ ഭാഗം. ഇവിടെയൊക്കെ പഴയ ഫിൽട്ടർ ചെയ്തതിന് അതിൻ്റെ ഫാക്ടറിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. കോളാറിലേക്ക് ഇവിടുന്ന് ഏകദേശം 29 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് പഴയ KGF കാഴ്ചകൾ. ഇത് കിലോമീറ്ററുകളോളം പിന്നിലേക്കും ഒരുപാട് കിലോമീറ്റർ കണക്കിനുണ്ട്. ഇതിൻ്റെ തുടക്ക ഭാഗമാണിത്. KGF സിനിമയിൽ നമ്മൾ കാണുമ്പോൾ ഒരു ഭയപ്പെടുത്തുന്ന കാഴ്ചയാണ് ആ ഖനിൻ്റെ കാഴ്ചകളൊക്കെ. പക്ഷെ അത്ര ഭയപ്പെടുത്തലില്ലെങ്കിലും എന്താ പറയുക, ഒരു പ്രേത ബംഗ്ലാവിൻ്റെ ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ ഉള്ള കാഴ്ചകളൊക്കെ. പഴയ വാച്ച് ടവറൊക്കെ നമുക്കിവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ കാണാൻ കഴിയും കേട്ടോ. ആധുനിക സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലത്ത് ആയിരക്കണക്കിന് മനുഷ്യർ നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിനും വേണ്ടി കഠിനാധ്വാനം ചെയ്തൊരു പ്രദേശമാണത് എന്നുള്ളത് ഓർക്കണം. അതിൻ്റെ വേറൊരു സൈഡാണ് ഇതൊക്കെ ഖനനം നിർത്തി ഒഴിവാക്കി പോയ ഭാഗമാണ്. ഒരുപാട് കാലമായിട്ടില്ല. 2001, 2002 ഇവിടുത്തെ ഖനനം അവസാനിപ്പിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പ്ലാന്റേഷനാണ്. ഇപ്പോൾ ഇവിടുത്തെ ഖനനമൊക്കെ അവസാനിപ്പിച്ച് ഇവിടെ കൃഷിയിലേക്ക് പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കൂടുതൽ കാണാൻ കഴിയുന്നത് പൈനാപ്പിളിൻ്റെ കൃഷിയാണ്. ഒരു പ്രത്യേകതരം മണ്ണാണ് ഇവിടുത്തെ മണ്ണ്. പിന്നെ കൂടുതൽ സംസാരിക്കാത്തതിൻ്റെ കാരണം എനിക്ക് ആധികാരികമായിട്ട് ഇതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല. പിന്നെ എല്ലാവർക്കും KGF സിനിമ
കണ്ടതുകൊണ്ട് ഒരു ഇങ്ങനത്തെ ഇത് കാണാനൊരു താല്പര്യം ഉണ്ടാകുമെന്ന് തോന്നിയതുകൊണ്ട് വീഡിയോ ചെയ്തതാണ്. സിംഗിൾ ട്രാക്കാണ് കേട്ടോ അവിടുത്തെ റെയിൽവേ. നമ്മുടെ നിലമ്പൂർ ഷൊർണൂർ ട്രാക്കൊക്കെ പോലെ ഒരു സിംഗിൾ ട്രാക്കുള്ള റെയിലാണ്. അപ്പോൾ അതിലൂടെ ട്രെയിന് പോണ കാഴ്ചയാണ്. ഞങ്ങളിവിടുന്ന് സെക്യൂരിറ്റി പിടിച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല, ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പുറത്താക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാൻ വേണ്ടി ആരും വരേണ്ടതില്ല, കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം ഇല്ല, ഇവിടെ ഒന്നും നടക്കില്ല. ഞങ്ങൾ രാവിലെ വന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയെങ്കിലും ഭാഗം കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ആ കണ്ട ഭാഗങ്ങൾ വീഡിയോയിലാക്കി നിങ്ങളുടെ മുന്നിൽ എത്തിച്ചതാണ്. ഒരു പുതുമുള്ള കാഴ്ചയാണല്ലോ. അപ്പോൾ എന്തായാലും കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു കാഴ്ചകളുമായി വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.